ഹലോ ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദാണെങ്കിലും ആ ഒരു സത്യം തിരിച്ചറിയായിരിക്കും. രാധികാമി അനാർക്കലിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കണ്ട് വിശ്വസിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ രാധികാമിയാണെങ്കിലും കട്ട അഭിനയമൊക്കെ ഇട്ട് ഭയങ്കര കെട്ടിപ്പിടുത്തവും കരച്ചിലൊക്കെ ആയിരിക്കും. ഇവളെ ഞാൻ കൊല്ലു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന സമയത്ത് ഗോവിന്ദാണെങ്കിൽ എന്നാൽ ഞാനൊരു കത്തി എടുത്തു തരാം, ആയുധം എടുത്തു തരാം, രാധികാമ എന്നെ കൊന്നോ എന്ന് പറയുമ്പോൾ അവർ വിചാരിച്ച പ്ലാനൊന്നും നടക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ കണ്ണം വല്ല കത്തി എടുത്തു വരും എന്നോട് കൊല്ലാൻ പറഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ആ സമയം അനാർക്കലിയാണെങ്കിൽ ഒന്ന് ഞെട്ടുമായിരിക്കും. ഓ, എന്നെ ഇനിയിപ്പോൾ കൊല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ഞെട്ടുന്നുണ്ടാവും കേട്ടോ. കാരണം ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരുന്നില്ല നമ്മുടെ രാധികാമ പ്രതീക്ഷിച്ചത്. എന്നിട്ട് പിന്നെ അവിടുന്ന് ഓരോ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഗോവിന്ദന് ദേഷ്യം വന്ന് അവിടുന്ന് പോവുമായിരിക്കും. പുറകെ നമ്മുടെ ഗീതവും ചെല്ലും, വിജയലക്ഷ്മി അമ്മ വീട്ടിലേക്കും ചെല്ലുമായിരിക്കും. എല്ലാവരും പോയി കഴിയുമ്പോൾ അനാർക്കലിയോട് രാധിക ശരിക്കും ഒന്ന് ചൂടാവായിരിക്കും ചെയ്തത്. കണ്ടില്ലേ ഇപ്പോൾ പ്രശ്നമായതേനെ, ഇപ്പോൾ കണ്ട് എങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു ഒപ്പിച്ചതുകൊണ്ടൊക്കെ ഇനിയിപ്പോൾ അറിയില്ല എന്തായിരിക്കും വീട്ടിൽ പോയി കഴിയുമ്പോൾ കണ്ണൻ്റെ പ്രതികരണം ഒന്ന്. നിനക്കിപ്പോൾ സമാധാനമായില്ലേ, നീ എന്തിനാണ് വീണ്ടും ഇവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ആ സമയത്ത് അനാർക്കലി ആണെങ്കിലും പറയും, ഞാൻ അവരെ കണ്ടതുകൊണ്ട് തന്നെയാണ് മാറിപ്പോയത്, പക്ഷെ അവർ പെട്ടെന്ന് ഇങ്ങനെ എന്നെ കണ്ടുപിടിക്കുന്നത് ഞാൻ വിചാരിച്ച കാര്യമല്ലല്ലോ രാധികയെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ അവർ തമ്മിൽ തർക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് നീ ഇനി എന്നെ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട, എത്രയും പെട്ടെന്ന് എൻ്റെ പൈസ തന്നേ മതിയാവുക എന്ന് നമ്മുടെ അനാർക്കലി ആണെങ്കിലും പറയുമായിരിക്കും. എന്നിട്ട് അവരും അവിടുന്ന് പോവുമായിരിക്കും. എന്നിട്ട് പിന്നെ രാധികാമ്മയ്ക്കാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് കയറാൻ ഭയങ്കര ടെൻഷനായിരിക്കും. ഇനിയിപ്പോൾ കണ്ണൻ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക, അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇനി എപ്പോഴായാലും സംസാരിച്ചല്ലേ എന്ന് പറ്റുമോ എന്നുള്ള രീതിക്ക് നമ്മുടെ കണ്ണൻ്റെ അടുത്ത് രാധികാമ്മ സംസാരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ കണ്ണനാണെങ്കിലും എല്ലാവരും വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് തന്നെയായിരിക്കും പറയുന്നത്. അനാർക്കലിയും, അതായത് അച്ഛനെ കൊന്ന അനാർക്കലിയായിട്ട് രാധികാമ്മയ്ക്ക് ഇനി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ രാധികാമ്മ പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല, ഈ വീട്ടിന് പുറത്തായിരിക്കും രാധികാമ്മയുടെ സ്ഥാനം എന്നിങ്ങനെ നമ്മുടെ ഗോവിന്ദ ഉറച്ച് പറയുമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വരുണാണെങ്കിലും ഒന്ന് ഞെട്ടായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ രാധികാമ്മയാണെങ്കിലും ശരിക്കും ഒന്ന് ഷോക്കായി പോവാണ്. കണ്ണൻ്റെ വായിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാമെന്ന് പറയുമ്പോൾ രാധികാമ്മയ്ക്ക് അതൊരു സഹിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. എന്നിട്ട് പിന്നെ രാധികാമ്മയാണെങ്കിലും പിന്നെ ഒന്നും പറയുന്നുണ്ടാവില്ല. അപ്പോൾ രാധികാമ്മയാണെങ്കിലും കട്ട അഭിനയൊക്കെ ഇടുന്നുണ്ട്. കണ്ണാ, നീ എന്നെ വിശ്വസിക്കുകയെ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഉണ്ടാവില്ല കേട്ടോ. ഗോവിന്ദാണെങ്കിലും പറയായിരിക്കും, എല്ലാ സത്യങ്ങളും ഒരു ദിവസം പുറത്തു വരുമല്ലോ, എന്തായാലും ഞാനിപ്പോൾ ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ ഇനി എന്തെങ്കിലും ആ ഒരു കാര്യം സത്യമാണ് എന്ന് അറിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അപ്പോൾ ഇതായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും. പിന്നെ അവിടുന്ന് ഒന്നും അധികം സംസാരിക്കാതെ ഗോവിന്ദാണെങ്കിലും റൂമിലേക്ക് ചെല്ലുമായിരിക്കും. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും വിചാരിക്കുകയായിരിക്കും, ഇങ്ങനെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടായാലും ശരി ഗീതുവിന് വേണ്ട കെയറിങ് ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗീതുവിന് ഭയങ്കര കെയറിങ് ആയിരിക്കും നമ്മുടെ ഗോവിന്ദ്. എന്നിട്ട് പിന്നെ കുളിപ്പിച്ചിട്ട് തലതോർത്തി കൊടുക്കും, മുടി ചീവി കൊടുക്കും ഒക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഗീതു ആണെങ്കിൽ അതെല്ലാം ആസ്വദിക്കുന്നുണ്ടാവും. അപ്പോൾ ഗീതു ആണെങ്കിലും പറയും, എന്തൊരു സ്നേഹമാണ് കണ്ണേട്ടൻ്റെ അടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഗോവിന്ദാണെങ്കിലും പറയുമായിരിക്കും, ഇതൊന്നും നിൻ്റെ അടുത്തുള്ള സ്നേഹമൊന്നുമല്ല, ഞാനെല്ലാം പഠിക്കുകയാണ്, എന്നാലല്ലേ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചാലല്ലേ എൻ്റെ വാവയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, നമ്മുടെ മോൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ എൻ്റെ അടുത്ത് സ്നേഹമൊന്നും ഇല്ല, എല്ലാം മോൾക്ക് വേണ്ടിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗീതു ആണെങ്കിലും തമാശയ്ക്ക് ഇങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ ഗീതുവിനാണെങ്കിൽ ഭയങ്കര നടുവേദനയൊക്കെ ആയിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും ചൂടുവെള്ളമൊക്കെ നിറച്ച് ഇങ്ങനെ ഒരു സംഭവത്തിലാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയായിരിക്കും, നടുവിനിങ്ങനെ ചൂടൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഗീതു ആണെങ്കിലും ആശ്വാസത്തോടെ ഇങ്ങനെ കിടക്കുകയൊക്കെ ആയിരിക്കും. നമ്മുടെ ഗോവിന്ദാണെങ്കിലും നല്ല രീതിക്ക് കെയർ ചെയ്യുമായിരിക്കും. അതേസമയം നമ്മുടെ രാധികാമ്മയും വരുണും നമ്മുടെ രേഖയ്ക്കും അങ്ങനെ കെയർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ് കേട്ടോ. നമ്മുടെ വരുണാണെങ്കിലും ഒന്നും ചെയ്ത് കൊടുക്കുന്നുണ്ടാവില്ലല്ലോ, ഒന്നും അറിയുന്നുണ്ടാവില്ല. ആ സമയം രാധികാമ്മയായിരിക്കും ഇങ്ങനെ പുറത്തിനിങ്ങനെ ചൂടൊക്കെ പിടിച്ചു കൊടുക്കുന്നത്. രേഖയാണെങ്കിൽ ചെയ്യട്ടെ, നന്നായി ചെയ്യട്ടെ എന്നുള്ള രീതിക്ക് കുറച്ച് അഭിനയം ഇട്ടിട്ട് ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടാവും, എനിക്ക് തീരെ വയ്യ എന്നുള്ള രീതിക്ക്. അപ്പോൾ രാധികാമ്മയ്ക്കാണെങ്കിൽ ചൂട് പിടിച്ചു കൊടുത്ത് നടുവൊക്കെ ഒന്ന് ഒടിയായിരിക്കും ചെയ്യുന്നത്. എൻ്റെ നടു ഒടിഞ്ഞു എന്നുള്ള രീതിക്ക് ഇങ്ങനെ രാധികാമ്മ ഒന്ന് നിൽക്കുകയൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ വരുണാണെങ്കിലും എല്ലാം അമ്മ ചെയ്തോട്ടെ എന്നുള്ള രീതിക്ക് അവിടുന്ന് മാറി നിൽക്കുമായിരിക്കും. എന്നിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ വരുണാണെങ്കിലും പോവുമായിരിക്കും. എല്ലാ പണിയും നമ്മുടെ രാധികാമ്മയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരിക്കും. ഓരോ എപ്പിസോഡ് വിശേഷങ്ങളിൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.